പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ വൈകിയ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ച എല്ലാവിധ നന്മകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. പ്രത്യേകാൽ കോവിഡിൻ്റെ കനത്ത പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന സാക്ഷികളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഭൂപരപ്പിലായിരിക്കാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. ആമേൻ. ഈ പ്രത്യേക അവസരങ്ങളിൽ ദൈവവചനം ഉരുവിടുവാൻ, കേൾക്കുവാൻ, ധ്യാനിപ്പാൻ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളും ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കരുതലായി, ആമേൻ ദൈവത്തിന്റെ പദ്ധതിയായി ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകാൽ ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലിയുടെ പേജിൽ ദൈവവചനം പങ്കുവെപ്പാൻ ദൈവം ഒരുമിച്ച് അവസരങ്ങൾ നൽകിയതോർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃദാസിയോടും കൂടെയുള്ള എല്ലാ അഡ്മിൻസിനോടും എല്ലാ മെമ്പേഴ്സിനോടും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ദൈവത്തോട് നമ്മെ ചേർത്തണയ്ക്കുവാൻ കാരണമാകുകയും ചെയ്ത ദൈവവചനം സ്തോത്രം എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശ്വാസമായ ദൈവവചനം സ്തോത്രം ആമേൻ നമുക്ക് ധൈര്യം പകരുകയും നമ്മെ കർത്താവിനോട് അടുപ്പിക്കുകയും ചെയ്ത ഈ ശ്രേഷ്ഠമായ ആമേൻ ദൈവവചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ വേദചിന്തയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വേദഭാഗം വായിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ആമേൻ എന്നെ തന്നെയും സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. വാക്യഭാഗം ഇങ്ങനെയാകുന്നു: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ ആമേൻ ദൈവവചനത്തിൽ ലേഖനത്തിൽ കൂടെ ആമേൻ ദൈവവചനത്തിന്റെ ആധികാരികതയെ ആമേൻ വ്യക്തമാക്കുന്ന വേദഭാഗമാണ്. സ്തോത്രം. നമുക്കറിയാം, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ദൈവവചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ പകരുന്ന പ്രത്യേക ദൈവിക സന്തോഷം, അതിന്റെ ആഴങ്ങളാണ് ആമേൻ നമ്മെ ദൈവകൃപയിൽ നിലനിർത്തുവാൻ കാരണമായി തീർന്നത്. ഭൗമികമായ എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ടോ ആമേൻ സ്തോത്രം ആമേൻ ഒരു പ്രത്യേക ഉദ്ദേശ നിവൃത്തിക്കായിട്ടോ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. സ്തോത്രം ആമേൻ 1-2 ദിവസത്തെയോ അല്ലെങ്കിൽ ചില വർഷങ്ങളുടെ ആമേൻ കാല രീതികളിലോ ഒരു പ്രത്യേക പീരീഡിലോ ആമേൻ അല്ല നാം ദൈവകൃപയിൽ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്താൽ ഉള്ളത്തിൽ ക്രിയ ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയോടും ദൈവം ആഗ്രഹിക്കുന്ന ഉപദേശത്തോടും ആമേൻ സ്തോത്രം നിർമ്മലതയോടും കൂടെ ദൈവസന്നിധിയിൽ നിലനിൽക്കണം എന്ന് ദൈവവചനത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ആമേൻ സ്തോത്രം ദൈവവചനം, സത്യവേദ പുസ്തകം ആമേൻ സ്തോത്രം അതിന്റെ ആഴങ്ങൾ, അതിന്റെ പശ്ചാത്തലമൊക്കെ നാം ചിന്തിക്കുമ്പോൾ ആമേൻ 2000-ത്തിലധികം ഭാഷകളിൽ തർജിമ ചെയ്തിട്ടുള്ള ആമേൻ സ്തോത്രം ദൈവവചനമാണ് നമ്മുടെ കരങ്ങളിൽ ഉള്ളത്. സ്തോത്രം. മാത്രമല്ല, ലോകത്തിൽ ആദ്യമായി തർജിമ ചെയ്ത വേദഗ്രന്ഥം, ആമേൻ ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം വലിയ സവിശേഷതകൾ നിറഞ്ഞതാണ്. ഏറെ നിന്ദകളും പരിഹാസങ്ങളും ഏൽപ്പിക്കപ്പെട്ട ആമേൻ സ്തോത്രം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതാണ്. സ്തോത്രം. എന്നാൽ ആർക്കും തകർക്കുവാൻ കഴിയാത്ത ആമേൻ സ്തോത്രം ആമേൻ ദൈവവചനത്തിന്റെ അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം, ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം, ഏറ്റവും വിലക്കുറവിൽ ആമേൻ വിൽക്കുന്ന ഗ്രന്ഥം, മാത്രമല്ല ഏറ്റവും വലിയ സംഖ്യയ്ക്ക് ലേലം ചെയ്ത ഗ്രന്ഥം. അങ്ങനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആമേൻ നാം പഠിക്കുമ്പോൾ വേദപണ്ഡിതന്മാരോടൊപ്പം ആമേൻ സ്തോത്രം ചിന്തകൾ ആമേൻ സ്തോത്രം നാം അറിവുകൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് വളരെയധികം സവിശേഷതകൾ ആമേൻ സ്തോത്രം ദൈവവചനത്തിന്റെ പിൻപിൽ വില കൊടുത്തത്
നമുക്കറിയുവാൻ കഴിയും. ഇത് എഴുതിയ കാലഘട്ടം BC 500 മുതൽ AD 1000 വരെയുള്ള 1600 വർഷങ്ങൾ. എഴുത്തുകാർ ഏകദേശം 40 പേർ. എന്നാൽ ദൈവം തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം നയിക്കപ്പെട്ടതും പരിശുദ്ധാത്മ ശക്തിയിലും സ്തോത്രം എഴുതപ്പെട്ടതുമാണ്. സ്തോത്രം. മാത്രമല്ല യഹോവയുടെ പുസ്തകം, ദൈവവചനം, ദൈവത്തിന്റെ അരുളപ്പാട്, തിരുവചനം, സത്യവചനം. പഴയ നിയമ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പുസ്തക ചുരുൾ. യഹോവയുടെ ന്യായപ്രമാണം, ദൈവത്തിന്റെ കൽപ്പന, സത്യഗ്രന്ഥം, വിശുദ്ധരേഖ, ആത്മാവിൻ വാള്. അങ്ങനെ സ്തോത്രം പല പദപ്രയോഗങ്ങളിലും നിഴലുകളിലും പൊരുളുകളിലും ഒക്കെ നമുക്ക് ദൈവവചനത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവമാണ് ബൈബിളിന്റെ യഥാർത്ഥ ഗ്രന്ഥകാരൻ എന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സ്തോത്രം. മാത്രമല്ല ദൈവവചനത്തിന്റെ ആധികാരികത എന്താ? സ്തോത്രം. ദൈവത്തിന്റെ ശ്വാസമാണ്. സ്തോത്രം. ജീവനും ചൈതന്യവും ഉള്ളതാണ്. വായിക്കപ്പെട്ട വേദഭാഗത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. സ്തോത്രം. ദൈവവചനത്തിന്റെ ആധികാരികത വ്യക്തമാക്കുന്നത് സ്തോത്രം വേദപുസ്തകത്തിലുടനീളം നമുക്ക് ഇങ്ങനെ ഒരു വാചകം ശ്രദ്ധിപ്പാൻ കഴിയുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന പ്രസ്താവനകളുടെ സ്തോത്രം ആ രീതികൾ വ്യക്തമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സ്തോത്രം യഹോവയുടെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ വാക്കാണ്. സ്തോത്രം. ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടതാണ്. സ്തോത്രം. പ്രവചനങ്ങളുടെ കൃത്യതകളും അതിന്റെ നിവർത്തീകരണവും ഒക്കെ സ്തോത്രം ദൈവവചനത്തിൽ അതിന്റെ സത്യസന്ധത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം മുഖാമുഖമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത അനുഭവങ്ങൾ വേദപുസ്തകത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ ദൂതന്മാരിലൂടെ, പ്രകൃതിയിലൂടെ, ദൈവം സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പക്ഷി മൃഗാദികളിലൂടെ. മാത്രമല്ല ദൈവം ക്രിസ്തുവിലൂടെ സംസാരിക്കുന്നു. സ്തോത്രം. ദൈവം തിരുവെഴുത്തുകളിലൂടെ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കുന്നു, മനുഷ്യ മനസാക്ഷിയിലൂടെ സംസാരിക്കുന്നു. അങ്ങനെ ദൈവിക ഇടപെടലുകൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ വാക്കുകൾ, ദൈവാത്മാവിന്റെ വാക്കുകൾ. സ്തോത്രം. അങ്ങനെ ദൈവ വചനത്തിന്റെ ആധികാരികത ഉറപ്പാക്കുന്ന തെളിവായി തീരുന്ന സ്തോത്രം ജീവന്റെ വചനത്തിനായി സ്തോത്രം. വായിക്കപ്പെട്ട വേദഭാഗത്തിലേക്ക് സ്തോത്രം നാം മടങ്ങി വരുമ്പോൾ ഇങ്ങനെയാണ് വായിപ്പാൻ കഴിഞ്ഞത്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. സ്തോത്രം. നമുക്കറിയാം ഈ നാം എത്തപ്പെട്ട് നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ജീവൻ അപായപ്പെടുത്തുകയും സ്തോത്രം ജീവൻ നഷ്ടപ്പെടുത്തുകയും മരിച്ചതുപോലെ മരിച്ചതിന് തുല്യമായി ഒക്കെ ആക്കി തീർക്കുന്ന പല അനുഭവങ്ങളും സ്തോത്രം മാനുഷിക രീതികളിൽ സംഭവിക്കാറുണ്ട്. അല്പം പോലും തന്നെ സന്തോഷം പങ്കുവയ്ക്കാത്ത, സന്തോഷം തരാത്ത സ്തോത്രം രീതികളുണ്ട്. എന്നാൽ സ്തോത്രം മരവിച്ച അനുഭവത്തിലും ഇനി തീരെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള അനുഭവത്തിലും ദൈവവചനം ഉള്ളിൽ കേൾക്കുകയും അശരീരി പോലെയോ നാം സ്തോത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ചതോ ചിന്താമണ്ഡലങ്ങളിൽ കടന്നു വരുന്നതോ നാവിൻ തുമ്പിൽ ഉരുവിടുന്നതോ മറ്റുള്ളവരുടെ വാക്കിനാലോ മീഡിയയിലോ ഒക്കെ നാം കേൾക്കുവാൻ സ്തോത്രം നമ്മുടെ ശ്രവണപുടങ്ങളിൽ എത്തപ്പെടുമ്പോൾ നിശ്ചയമായും ആ ദൈവവചനത്തിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം പ്രകാശിക്കുന്നത് അനുഭവിക്കുന്ന ദൈവ പൈതലിന് പങ്കുവെക്കുവാൻ കഴിയും. കാരണം സ്തോത്രം മരണത്തെ കൊതിച്ച സ്തോത്രം ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ സ്തോത്രം ആയിരുന്ന അനുഭവത്തിലും ദൈവവചനവും ദൈവശബ്ദവും കേൾപ്പിച്ച് നടത്തിയ ദൈവിക അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആകയാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നാം വീണ്ടും ജനനം പ്രാപിച്ചു. സ്തോത്രം. ലോകത്തിലെ സമസ്ത മേഖലകളെയും സ്വാധീനിച്ചിട്ടുള്ള ഏക ഗ്രന്ഥമാണ് നാം കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മെയും
രൂപാന്തരപ്പെടുത്തിയത്. ആമേൻ സ്തോത്രം. ദൈവ മനുഷ്യരാക്കി തീർത്തത്, മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യാശയ്ക്കും ആശ്വാസത്തിനും കാരണമാക്കി തീർത്തത് ആമേൻ ഈ ദൈവവചനത്തിന്റെ സ്വാധീനമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വർണ്ണിപ്പാൻ ആമേൻ കഴിയാത്ത വിധം ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രപ്പെടുത്തിയതും ഈ ദൈവവചനത്തിന്റെ ആഴമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവവചനം ആമേൻ സ്തോത്രം ഒരു ആമേൻ പ്രത്യേക മതവിഭാഗത്തിനായിട്ടുള്ള ഒരു ഗ്രന്ഥം അല്ല. മാനവജാതിക്ക് ആമേൻ രക്ഷപ്പെടുവാൻ, ആമേൻ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ ആമേൻ സ്തോത്രം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, കാരണം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനത്തെ പറ്റി ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത് ആമേൻ ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ആമേൻ സ്തോത്രം. ഏതെല്ലാം നിലകളിൽ ആമേൻ ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും ആമേൻ സ്തോത്രം നഷ്ടപ്പെട്ടാലും ദൈവത്തിന്റെ മേശമേൽ ആമേൻ സ്തോത്രം ആമേൻ ദൈവവചനത്തിന്റെ ഒരു കോപ്പി എന്നേക്കും സ്ഥിരമായി നിൽക്കുന്നു എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. വായിക്കപ്പെട്ട വേദഭാഗവും അപ്രകാരം തന്നെയാണ്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ ആമേൻ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സ്തോത്രം. വീണ്ടും ജനനം, രക്ഷ പ്രാപിക്കുക. ആമേൻ സ്തോത്രം. നിക്കോദിമോസ് ആമേൻ വീണ്ടും ജനനം എന്ന പദപ്രയോഗം കേൾക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം വീണ്ടും ജനനം പ്രാപിച്ച ആമേൻ സ്തോത്രം ഏതൊരു വ്യക്തിയുടെയും ഉള്ളത്തിൽ കടന്നു വരുന്ന ഒരു വ്യക്തി ജീവിതമാണ് നിക്കോദിമോസ്. ആമേൻ സ്തോത്രം. എങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കണമോ? ആമേൻ സ്വാഭാവികമായ സംശയ ചിന്തകൾ കടന്നു വന്നപ്പോൾ ആമേൻ സ്തോത്രം ആത്മാവിനാൽ ആമേൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കപ്പെടുന്നേണ്ട ആമേൻ സ്തോത്രം ആവശ്യകത ആമേൻ സ്തോത്രം ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ ശ്വാസമാണ് ആമേൻ ദൈവത്തിന്റെ തിരുവെഴുത്താണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ആമേൻ സ്തോത്രം. എന്നേക്കും ആമേൻ സ്തോത്രം സ്ഥിരമായത് നശിച്ചു പോകുന്ന ഈ ലോകത്ത് ആമേൻ സ്തോത്രം ഒന്നിനും സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത് സകലവും മാറി മറിയുന്ന ആമേൻ സ്തോത്രം ഈ അനുഭവത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനം ഉള്ളത്തിന്റെ ഉള്ളറകളിൽ ക്രിയ ചെയ്യുകയും അതിനായി സ്തോത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തോടൊപ്പം ദൈവമായിട്ടുള്ള അനുഭവങ്ങളിൽ എത്തപ്പെടുവാൻ ആമേൻ ദൈവവചനം നൽകിയ പ്രാഗൽഭ്യം സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠമാണ്. സ്തോത്രം. വീണ്ടും ജനിച്ച അറിയാം വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവവചനം നന്നായി സ്വാധീനിക്കുന്നു. സ്തോത്രം. ദൈവവചനം നമ്മെ സ്വാധീനിച്ചതുകൊണ്ട്, ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്തത് കൊണ്ടാണ് വീണ്ടും ജനനം നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞത്. ആമേൻ. ദൈവവചനത്താലാണ് നാം വീണ്ടും ജനനം പ്രാപിച്ചത്. സ്തോത്രം. അതിന് കാരണമായി തീർന്നത് കാൽവറി കുലക്കള കാൽവറി മരണമാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം മരണമായതും ആമേൻ സ്തോത്രം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ആമേൻ സ്തോത്രം ജയാളിയായി എന്നേക്കും ജീവൻ ആമേൻ പ്രാപിച്ച ജീവിക്കുന്നവനായ കർത്താവിനെ അംഗീകരിക്കുകയും ആമേൻ സ്തോത്രം ഉൾക്കൊള്ളുകയും ആമേൻ സ്തോത്രം ആമേൻ കർത്താവിന്റെ ആമേൻ സ്തോത്രം കർത്തൃത്വം സ്വീകരിക്കുകയും ചെയ്തത് മുഖാന്തരം വീണ്ടും ജനനം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം. നമ്മുടെ ഉള്ളത്തിൽ കയറിയത് അതിന് സ്ഥാനം കൊടുക്കുവാൻ കാരണമായി തീർന്നത് ആമേൻ ഈ ദൈവവചനമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവവചനം എന്താണ് നമുക്ക് ചെയ്യുന്നത്? ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ ആമേൻ സ്തോത്രം അതിന്റെ സ്വാധീനം ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വചനത്തിന്റെ ശക്തി ആമേൻ സ്തോത്രം നമുക്കറിയാം. ആമേൻ ഒരിക്കലും ഈ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത ആമേൻ കല്ലായുള്ള അനുഭവങ്ങൾ, കല്ലായുള്ള ഹൃദയങ്ങൾ ആമേൻ ആമേൻ ദൈവമില്ല എന്ന് ചിന്തിച്ച മൂഢത്വങ്ങൾ ഒക്കെ ആമേൻ സ്തോത്രം ഇല്ലാതെയായി തീർന്നത് ഈ ദൈവവചനത്തിന്റെ ശക്തി വ്യക്തി ജീവിതങ്ങളിൽ ക്രിയ ചെയ്തത് കൊണ്ട് മാത്രമാണ്. സ്തോത്രം. ആമേൻ. ആ ദൈവവചനം സ്തോത്രം ദൈവവചനത്തെ ചുറ്റികയായി ആമേൻ സ്തോത്രം ഏത് മനുഷ്യന്റെ ആമേൻ സ്തോത്രം കല്ലായുള്ള ഹൃദയത്തെയും തകർക്കുവാൻ ആമേൻ സ്തോത്രം അലിയിപ്പിക്കുവാൻ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ഒക്കെ ശക്തിയുള്ള ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആകയാൽ ദൈവവചനം ആമേൻ സ്തോത്രം അത് നമുക്ക് നൽകുന്ന തെളിവുകൾ, അതിന്റെ സ്തോത്രം ശ്രേഷ്ഠത നമ്മുടെ ഹൃദയത്തിൽ ആമേൻ ക്രിയ ചെയ്യുവാൻ കാരണമായി തീരട്ടെ. വചനം അനുസരിച്ചവർ
സ്തോത്രം. ഏറ്റവും വചനം അനുസരിച്ചവർ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 33-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാ, എന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവനോ നിർഭയം വസിക്കും. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, ആമേൻ, എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ജീവനുള്ള ദൈവത്തിന്റെ വചനം നമ്മോട് വ്യക്തമായി അരുളി ചെയ്യുന്നു, ദോഷഭയങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കണമോ? ആമേൻ സ്തോത്രം. മാത്രമല്ല ആമേൻ സ്തോത്രം, നിർഭയം, ഭയം കൂടാതെ വസിക്കണമോ? നമുക്കറിയാം ആമേൻ, വല്ലാത്ത ഭയവും ഭീതിയും ആമേൻ സ്തോത്രം വല്ലാത്ത നിലവാരങ്ങളിൽ ആമേൻ സ്തോത്രം നമ്മുടെ മനസ്സിനെ ആമേൻ ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഒന്നിനും ആമേൻ സ്തോത്രം സ്വസ്ഥത തരുവാൻ കഴിയാത്തൊരു പ്രത്യേക രീതിയിലൊക്കെ നമ്മെ ആക്കി കളഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിലും ദൈവവചനം വിശ്വസിക്കുന്നവർക്ക്, ദൈവവചനം ഉരുവിടുന്നവർക്ക്, ദൈവവചനം അനുസരിക്കുന്നവർക്ക്, ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം അനുഭവിക്കുന്ന സന്തോഷം ആമേൻ സ്തോത്രം എന്താണെന്നുള്ളത് ആമേൻ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൂരെ നിന്ന് വീക്ഷിക്കുന്ന കണ്ണുകൾക്ക് ആമേൻ മനസ്സിലാകത്തക്ക നിലയിൽ ആമേൻ സ്തോത്രം ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, മരണത്തെ മുഖാമുഖമായി സാഹചര്യങ്ങൾ ആമേൻ സ്തോത്രം. മാത്രമല്ല ആമേൻ സ്തോത്രം വല്ലാത്ത ആമേൻ പ്രതികൂലത്തിന്റെ നടുവിലും ആമേൻ സ്തോത്രം ദൈവവചനം ഉള്ളത്തിൽ ആമേൻ നൽകിയ ധൈര്യം, ദൈവവചനം ഉള്ളത്തിൽ നൽകിയ സന്തോഷം, ആമേൻ ദൈവവചനം ഉള്ളത്തിൽ കടന്നു വന്നതുകൊണ്ട് നീങ്ങിപ്പോയ ഭയം ആമേൻ സ്തോത്രം അനുഭവിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കിയല്ലോ. അതെ, ശലോമോൻ പറഞ്ഞിരിക്കുകയാ, എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും. സ്തോത്രം. ആമേൻ. നമുക്കറിയാം ആമേൻ ഈ കോവിഡിന്റെ ആമേൻ സ്തോത്രം വ്യാധി ആമേൻ വല്ലാതെ ആമേൻ പിടിമുറുക്കിയ സാഹചര്യങ്ങൾ, അനാഥത്വവും ആമേൻ സ്തോത്രം ഒറ്റപ്പെടലും ആമേൻ ജീവിതത്തിൽ ആരുമില്ലാത്ത അനുഭവങ്ങളും ആമേൻ കൂടെ നിന്നവർ ആമേൻ നമുക്കറിയാം ദുരിത കയങ്ങളിൽ ആമേൻ ഒക്കെ കടന്നുപോയ രീതികളുണ്ട്. എന്നാൽ അതിന്റെ ഒക്കെ നടുവിലും ദൈവ മനുഷ്യൻ ആമേൻ ഈ ദൈവവചനം നെഞ്ചോട് ചേർത്ത്, ആരും എനിക്കില്ലെങ്കിലും ഒന്നും എനിക്കില്ലെങ്കിലും എല്ലാം എനിക്ക് നഷ്ടമായാലും എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല, ആമേൻ എന്റെ ദൈവം എന്നെ അറിയുന്നു, ആമേൻ സ്തോത്രം എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം ആമേൻ നമ്മുടെ ഉള്ളത്തിൽ ആമേൻ പകരുന്ന ധൈര്യവും പ്രത്യാശയും സന്തോഷവും അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുള്ളത്. ആമേൻ സ്തോത്രം. ആമേൻ ദൈവവചനം വായിച്ചത് ഇങ്ങനെയാണ്: എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും. നമുക്കറിയാം ഈ ദൈവവചനം ആമേൻ ഏറ്റെടുത്തത് മുഖാന്തരം, അതിന്റെ ആഴങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടത് മുഖാന്തരം ആമേൻ വധഭീഷണിയും ആമേൻ സ്തോത്രം വല്ലാത്ത പ്രതികൂലവും ശിരച്ഛേദം സംഭവിക്കുന്ന രീതികളും ആമേൻ പത്മോസിന്റെ ഏകാന്തതകളിൽ ആമേൻ സ്തോത്രം ദൈവഭക്തന്മാർ അനേക പ്രതികൂലങ്ങളിലൊക്കെ ആമേൻ കടന്നുപോയ അനുഭവങ്ങളിലും ഈ ദൈവവചനം ആമേൻ സ്തോത്രം ഉള്ളത്തിൽ ക്രിയ ചെയ്തത് മുഖാന്തരം അവർ നിർഭയം തീച്ചൂളയുടെ നടുവിലും ആമേൻ സ്തോത്രം രാജാവിന്റെ ഭീഷണിയുടെ നടുവിലും ആമേൻ സ്തോത്രം ഒക്കെ ഭയം കൂടാതെ നിന്നതിന്റെ കാരണം ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവനോ നിർഭയം വസിക്കും, ദോഷഭയം കൂടാതെ ആമേൻ അവർ സ്വൈര്യമായിരിക്കും. സ്തോത്രം. ലോകം നൽകുന്ന സ്വൈര്യതയോ ലോകം നൽകുന്ന സ്വച്ഛതയോ ആമേൻ സ്തോത്രം സമാധാനമോ അല്ല. മനുഷ്യ വാക്കുകൾക്കോ മാനുഷിക രീതികൾക്കോ നിർവചിക്കുവാൻ കഴിയാത്ത ആമേൻ ഈ വലിയ സ്വസ്ഥതയ്ക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവവചനത്തിൽ ആമേൻ സദൃശ്യവാക്യത്തിൽ തന്നെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്: നിങ്ങൾ ഇതിനെ ഉയർത്തിയാൽ അത് നിനക്ക് മാനം വരുത്തും. ആമേൻ സ്തോത്രം. സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നു: എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, നിങ്ങൾ എന്റെ നാമത്തെ ഏറ്റുപറഞ്ഞാൽ നിങ്ങളെയും എന്റെ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും.
ദൈവവചനത്തിന്റെ ആഴം ആമേൻ വ്യക്തമായി ആമേൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാ സത്യസന്ധമായി ആമേൻ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ ആമേൻ സ്തോത്രം ആമേൻ സന്മനസ് കാണിക്കുകയും ചെയ്യുന്ന ഹൃദയങ്ങളെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ദൈവവചനത്തിന്റെ ആഴം ആമേൻ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശയ്ക്കും ധൈര്യത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനം ആമേൻ ആമേൻ സ്തോത്രം എന്താ നമുക്ക് നൽകുന്നത്? സ്തോത്രം. വചനത്തിന്റെ സവിശേഷതകൾ എന്താണ്? പ്രൈസ് ദി ലോർഡ്. നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ വചനം അതിന്റെ ഉടമസ്ഥതയെ അഥവാ അതിന്റെ ആധികാരികതയെ വിളിച്ചറിയിക്കുകയാ. യഹോവയുടെ ആമേൻ സ്തോത്രം വായ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ ഉടമസ്ഥതയാണ്, ദൈവത്തിന്റെ ാണ്. മാത്രമല്ല ആമേൻ സ്തോത്രം കർത്താവിന്റെ വചനം സുവിശേഷത്തെ സൂചിപ്പിക്കുന്നതാണ്. ആമേൻ നല്ല വാർത്ത പങ്കുവെക്കുന്നതാണ് ദൈവവചനം. സ്തോത്രം. എന്താണ് നല്ല വാർത്ത? ആമേൻ സ്തോത്രം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഇന്നും ജീവിക്കുന്ന ആമേൻ നമ്മുടെ കർത്താവാണ് നമ്മുടെ നല്ല വാർത്ത. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലോകം മുഴുവൻ വിളിച്ചറിയിക്കുവാൻ ബാധ്യസ്ഥമായത് നമ്മെ പലപ്പോഴും ആമേൻ വേദനകൾ അനുഭവിക്കുന്ന അതിന്റെ നടുവിലും ആമേൻ സ്തോത്രം കയ്പുകളുടെ നടുവിലും ആമേൻ സ്തോത്രം കണ്ണുനീരിന്റെ നടുവിലും ആമേൻ വിളിച്ചു പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആമേൻ സ്തോത്രം ഈ സദ്വർത്തമാനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തതുകൊണ്ട് നാം അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ ആമേൻ സ്തോത്രം നമ്മുടെ ഹൃദയം വല്ലാതെ വെമ്പുകയാണ്. സ്തോത്രം. ആമേൻ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ നടുവിലും പീഡകളുടെ നടുവിലും ഒട്ടും പതറിപ്പോകാതെ ഈ ദൈവവചനം ഉയർത്തുവാൻ ആമേൻ സ്തോത്രം ആമേൻ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ഭക്തന്മാരെ ഇടയാക്കിയതും അതുതന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വചനം ഭക്ഷിക്കണം. ആമേൻ സ്തോത്രം. മാത്രമല്ല ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ആമേൻ നിന്റെ പിൻതലയ്ക്ക് ആമേൻ നീ അത് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടില്ല. ആമേൻ സ്തോത്രം. ദൈവവചനം അനുഗ്രഹത്തിനായി നമ്മെ വിളിച്ചറിയിക്കുന്നതും ഓതുന്നതുമായ അനുഭവങ്ങൾ ആമേൻ സ്തോത്രം ഉപദേശമാണ്, ഗുണീകരണമാണ്, വിശുദ്ധീകരണത്തിനുള്ളതാണ്, കുറവുകൾ തീർക്കുന്നതാണ്, ദൈവത്തോടൊപ്പം നമ്മെ ആക്കി തീർക്കുന്നതാണ്, അബദ്ധങ്ങളിൽ നിന്ന് നമ്മെ നേരിലേക്ക് നയിക്കുന്നതാണ്, പാപത്തിന്റെ വഴികളിൽ നിന്ന് ദൈവത്തോടെ ചേർത്തടുപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനത്തിന്റെ ആഴം ആമേൻ സ്തോത്രം നശിച്ചു പോകുന്ന തലമുറയ്ക്ക് ആമേൻ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ആമേൻ ഈ ദൈവവചനത്തിന്റെ ആമേൻ സ്തോത്രം അനുഭവത്തിൽ നിലനിൽപ്പാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ നോക്കുക. ആമേൻ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാൻ ആമേൻ മതിയായ ദൈവത്തിന്റെ വചനം. സ്തോത്രം. നാം വായിക്കപ്പെട്ട വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ ആമേൻ സ്തോത്രം നാം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം പാപത്തിന്റെ അഗാധതയിൽ ആമേൻ സ്തോത്രം ആമേൻ അഗാധ കൂപത്തിൽ ജനിക്കപ്പെട്ടവരായി വളരപ്പെട്ടവരായി ആയിരുന്ന ഈ അനുഭവത്തിൽ ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്തത് മുഖാന്തരം നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന, നമ്മുടെ തലമുറകൾ നാം അനുഭവിക്കുന്ന നാം മുഖാന്തരം നമ്മുടെ സമൂഹം ആമേൻ അറിയുന്ന ദൈവവചനത്തിന്റെ ആഴത്തിനായി സ്തോത്രം. ആൾ മാറിയവരെ പോലെ സ്വഭാവത്തിന് രൂപം വന്നവരായി ആമേൻ മാറ്റം വന്നവരായി വൈകല്യങ്ങൾ മാറിയവരായി ആമേൻ സ്തോത്രം നമ്മളെ ആക്കി തീർത്തത് ഈ ദൈവവചനമാണ്. ജീവനുള്ള വചനമായതുകൊണ്ടാണ്. ജീവന്റെ തുടിപ്പ് ആമേൻ സ്തോത്രം ജീവനുള്ളവരാക്കി തീർക്കുന്ന ആമേൻ സ്തോത്രം ദൈവവചനത്തിന്റെ ആഴം നമ്മിൽ ക്രിയ ചെയ്തത് കൊണ്ടാണ്. സ്തോത്രം. മാത്രമല്ല നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ ദൈവത്തിന്റെ വചനം മാറിപ്പോകയില്ല, എന്നേക്കും നിലനിൽക്കുന്നതാണ്. മാത്രമല്ല ആമേൻ സ്തോത്രം നമ്മുടെ യേശു കർത്താവ് നമുക്ക് നല്ല മാതൃകയാണ്. സ്തോത്രം.
ദൈവമായിരുന്നവൻ, ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി ആമേൻ ആയിത്തീർന്നവൻ. ആമേൻ സ്തോത്രം. കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആമേൻ ശ്രദ്ധേയമാണ്. സത്യവചനത്താൽ കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ആമേൻ സത്യവചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. മാത്രമല്ല ദൈവവചനം ഉരുവിട്ട സാഹചര്യങ്ങൾ, ആമേൻ പ്രതികൂലത്തെ, ആമേൻ ഉപവാസത്തിനു ശേഷം ആമേൻ സ്തോത്രം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന പ്രത്യേക സാഹചര്യം ആമേൻ തന്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ ദൈവവചനം ഉരുവിട്ടത് കൊണ്ട് ആമേൻ തന്നെ പരീക്ഷിപ്പാൻ കടന്നു വന്ന സകല പൈശാചിക മണ്ഡലങ്ങളും ആമേൻ ഭയന്നു മാറിയ, വിട്ടുമാറിയ, അതിനെ ജയിപ്പാൻ കാരണമായി തീർന്നത് ദൈവവചനത്താലാണ്. അതേ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനം. ആമേൻ സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ ജയിപ്പാൻ ജീവന്റെ വചനത്തിന് കഴിയും. ജീവന്റെ വചനം ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം നമ്മെ തകർക്കുവാൻ കടന്നു വരുന്ന ആമേൻ പ്രതികൂലത്തെ ജയിപ്പാൻ നമുക്ക് ശക്തി പകരും. നമ്മുടെ ഉള്ളത്തിൽ ധൈര്യം പകരുവാനിടയാക്കി തീർക്കും. നമ്മെ കർത്താവിൻ്റെത് മാത്രം ആക്കി തീർക്കുന്നതും ഈ ദൈവവചനമാണ്. സ്തോത്രം. നമുക്കറിയാം നാം ലോകത്തിന്റെ രീതികളിൽ ഉള്ളവരായിരുന്നു. ആമേൻ സ്തോത്രം. എന്നാൽ നമ്മെ കർത്താവിൻ്റെത് മാത്രമാക്കി തീർത്തത് ഈ ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്തത് കൊണ്ടാണ്. സ്തോത്രം. അല്പം അകലമോ, ആമേൻ സ്തോത്രം, ആമേൻ അല്പമായ പിന്മാറ്റമോ, ആമേൻ സ്തോത്രം പ്രാർത്ഥനാ ജീവിതത്തിലോ വിശുദ്ധ ജീവിതത്തിലോ, ആമേൻ സ്തോത്രം കർത്താവിന്റെ വചനത്തോടുള്ള രീതികളിൽ ആമേൻ അകലം, ആമേൻ ഉള്ള അനുഭവങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളറകളിൽ നാം ഈ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ ക്രമീകരിക്കുകയും ദൈവത്തോട് ചേർത്ത് നിർത്തുകയും ദൈവത്തിൻ്റെത് മാത്രമാണ് നാം എന്ന് പറഞ്ഞ് ആമേൻ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ ആമേൻ സ്തോത്രം, ആമേൻ പല സങ്കീർത്തനങ്ങൾ പല അധ്യായങ്ങളിലും ആമേൻ വചനത്തിന്റെ ശ്രേഷ്ഠതകൾ വ്യക്തമാക്കുന്ന ആമേൻ സ്തോത്രം പല വാക്യങ്ങളും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 19-ാം സങ്കീർത്തനം 7-ാം വാക്യം, ദൈവവചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നമുക്കറിയാം ആമേൻ സ്തോത്രം വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയോ അറിവിന്റെയോ കഴിവിന്റെയോ മികവ് കൊണ്ടൊന്നുമല്ല ആമേൻ സ്തോത്രം ഇങ്ങനെയൊക്കെ ആയിത്തീരുവാൻ ഇടയായിത്തീർന്നത്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ആമേൻ സ്തോത്രം. നമുക്കറിയാം ഈ കോവിഡിന്റെ മഹാമാരിയിൽ ആമേൻ സ്തോത്രം ജീവൻ ആമേൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ ആമേൻ വെന്റിലേറ്ററുകളിലും ICUകളിലും ഒക്കെ ആമേൻ സ്തോത്രം വചനം ധ്യാനിക്കുകയും ഉരുവിടുകയും നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകർ ആമേൻ സ്തോത്രം നമ്മെ സഹായിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങളിൽ ആമേൻ 91-ാം സങ്കീർത്തനം വായിച്ചതുകൊണ്ട് ആമേൻ സ്തോത്രം ആമേൻ ഉരുവിട്ടത് കൊണ്ട് അവർക്ക് ലഭിച്ച ധൈര്യം, ആമേൻ സൗഖ്യം, ആമേൻ ഒക്കെ ആമേൻ അനുഭവ സാക്ഷ്യമായി നാം കേൾക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തതിന്റെ ആഴം നമുക്കറിയാം. സ്തോത്രം. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനം. ആമേൻ സ്തോത്രം. മാത്രമല്ല ആമേൻ 17-ാം അധ്യായം സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായത്തിന്റെ 4-5 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവവചനത്തിനൊത്തവണ്ണം കാക്കുവാൻ നമ്മെ സ്തോത്രം ആമേൻ ഏൽപ്പിച്ചു കൊടുത്താൽ സകല മലിനതകളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന, നമ്മെ കാക്കുന്ന ദൈവവചനം. ആമേൻ. എന്റെ കാലടികൾ ആമേൻ സ്തോത്രം നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എന്റെ വഴികൾ ഇരുട്ട് നിറഞ്ഞതും എന്റെ വഴികളിൽ അല്പം പോലും പ്രകാശമില്ലാത്തതും ആമേൻ സ്തോത്രം ഉള്ള രീതികളെങ്കിലും ആമേൻ സ്തോത്രം ദൈവവചനത്താൽ എന്റെ കാലടികൾ ആമേൻ നിന്റെ വചനത്താൽ സ്തോത്രം. നോക്കുക, ദൈവവചനത്തെ ഭയപ്പെടുകയും ആമേൻ അതിനനുസരണമായി ആമേൻ സ്തോത്രം ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവന്റെ കാലടികൾ ആമേൻ വചനത്തിനൊത്തവണ്ണം സൂക്ഷിക്കപ്പെടുവാനിടയായി തീരും. ആമേൻ. എവിടെയും ഏത് രീതിയിലും എങ്ങനെയും ആയിത്തീരുന്ന ഒരു രീതി അല്ല ദൈവവചനത്തിന്റെ ആഴം. ആമേൻ. അതിൻ്റെതായ ക്രമീകരണങ്ങൾ, അതിൻ്റെതായ ശുദ്ധീകരണങ്ങൾ, അതിൻ്റെതായ വെടിപ്പും വിശുദ്ധിയും ആമേൻ സ്തോത്രം ആമേൻ പരിശുദ്ധിയും നിറഞ്ഞതായ അനുഭവങ്ങൾ. അതെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, സകല മലിനതകളിൽ നിന്നും എന്നെ കാക്കുന്നു ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അതെ, നാം വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യമാണ് നാം വായിച്ചത്. ദൈവവചനത്തിൽ നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തത് കാൽവറിയിലെ മരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്നും ദൈവാത്മാവിനാൽ നാം ജനിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ആമേൻ സ്തോത്രം
ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തോടൊപ്പം ദൈവിക സ്വഭാവത്തിന് ആമേൻ സ്തോത്രം ഏകീഭവിക്കുന്ന അനുഭവത്തിലേക്ക് ആമേൻ വീണ്ടും ജനനം പ്രാപിക്കാതെ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. രക്ഷയുടെ അനുഭവം ആമേൻ അത് പൂർത്തീകരണമായി തീരുന്നത് വീണ്ടും ജനനത്താലാണ്. സ്തോത്രം. വീണ്ടും ജനിച്ച ആമേൻ സ്തോത്രം അനുഭവത്തിന്റെ പ്രത്യേകത ദൈവ ഭയത്തോടെയുള്ള ജീവിതം നയിപ്പാൻ, ദൈവത്തെ അവൻ അനുസരിക്കുവാനുള്ള മനസ്സിന്, അവൻ ലോകപ്രകാരമുള്ള ഭൗമിക രീതികൾക്ക് കാര്യസാധ്യത്തിനായുള്ള ചിന്ത അവൻ ഒരിക്കലും അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അവൻ സ്തോത്രം പ്രസാദിപ്പിക്കുക, ദൈവഹിതം ആരായുക, ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കപ്പെടുക. അതിന്റെ ആഴമാണ് ദൈവവചനത്താൽ നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുന്നത്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ ആമേൻ സ്തോത്രം ദൈവ ശബ്ദം ആമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, വീണ്ടും ജനനം പ്രാപിക്കാതെ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെടുവാൻ കഴിയാതെ ദൈവിക ശിക്ഷയിൽ നിന്ന് ആമേൻ സ്തോത്രം ഒഴിഞ്ഞിരിപ്പാൻ കഴിയില്ല. ദൈവിക ശിക്ഷ ആമേൻ സ്തോത്രം ആമേൻ രക്ഷിക്കപ്പെടാതെ ആമേൻ സ്തോത്രമുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ദൈവശിക്ഷയ്ക്ക് കാരണമായി തീരും. സ്തോത്രം. ആ വലിയ ശിക്ഷയിൽ നിന്ന് ഒഴിയുവാൻ വീണ്ടും ജനനം പ്രാപിക്കുക. ദൈവവചനത്താൽ ആമേൻ സ്തോത്രം ദൈവസന്ധി സമർപ്പിക്കപ്പെടുക. സ്തോത്രം. വീണ്ടും ജനനം പ്രാപിച്ച് ആമേൻ കർത്താവിനുമായുള്ള അഭേദ്യ ബന്ധത്തിൽ ദൈവവചനത്താൽ ആമേൻ സ്തോത്രം ആമേൻ അനുസരിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശിഷ്ടായുസ് അതെത്രയെന്ന് ആർക്കും തന്നെ ആമേൻ പ്രവചിക്കാൻ കഴിയില്ല, ആർക്കും തന്നെ പറയുവാൻ കഴിയില്ല. എന്നാൽ ആമേൻ സകല പ്രശ്നത്തിനും പരിഹാരകനായ നല്ല കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തരുന്ന ആയുസ് ആമേൻ സ്തോത്രം ആമേൻ അത് ദൈവത്തോടൊപ്പവും സന്തോഷത്തോടു കൂടെയും പ്രത്യാശ നിറഞ്ഞതുമായി ആമേൻ ദൈവവചനത്താൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ആമേൻ തന്നെത്താൻ ഒരുങ്ങി ആമേൻ സ്തോത്രം അനേകരെ ഒരുക്കിയെടുത്തും കൊണ്ട് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദൈവവചനം നമ്മെ ക്രിയ ചെയ്ത് ദൈവത്തോടൊപ്പം ദൈവിക വിശുദ്ധിയിൽ ആക്കി തീർക്കുവാൻ കാരണമായി തീരട്ടെ. അതിനായി മതിയാകുന്ന ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുകയും അനുസരിക്കുകയും ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നു എന്ന മനോഭാവത്തിൽ ദൈവത്തെ അനുസരിപ്പാൻ, വചനം അനുസരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം. അവസരങ്ങൾ നൽകിയ കർത്തൃദാസിക്കും ഗ്രൂപ്പിനും കർത്താവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.